മലിക്കുൽ ജബ്ബാറവനല്ലാതെയില്ല, മറഞ്ഞ കാര്യമറിയുന്നോനായി സുബ്ഹാനല്ലാഹ്. കുഴിയിൽ ഒരു ഇല പോലുമെ റബ്ബിനറിവില്ലാതെ നടക്കുകയില്ലയൊന്നുമേ, നടക്കുകയില്ലയൊന്നുമേ. സുബ്ഹാനല്ലാഹ്. മലിക്കുൽ ജബ്ബാറവനല്ലാതെയില്ല, മറഞ്ഞ കാര്യമറിയുന്നോനായി സുബ്ഹാനല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഹ്ദീഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പുലർത്തി ജീവിതത്തെ ധന്യമാക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാ ഓരോരുത്തരോടും ഉപദേശിക്കുകയും ഉണർത്തുകയുമാണ്. ഇന്നീ മിമ്പറിൽ ഇഖാമത്തുദ്ദീൻ അഥവാ മനുഷ്യരുടെ നമ്മുടെ ജീവിതത്തിൽ ദീനിനെ നേരെയാക്കൽ, ശരിപ്പെടുത്തൽ എങ്ങനെ എന്നതുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ഏതാനും നസീഹത്തുകളും വസിയ്യത്തുകളുമാണ് നമ്മൾ കേൾക്കുകയുണ്ടായത്. നമ്മുടെ ഇഹപര വിജയവും സൗഖ്യവും സൗഭാഗ്യവും നമ്മുടെ ജീവിതത്തിൽ ദീനിനെ നമ്മൾ ഇഖാമത്ത് ചെയ്യുമ്പോഴാണ്, നേരെയാക്കുമ്പോഴാണ്. എങ്ങനെയാണ് ഇഖാമത്ത് ദീൻ, ദീനിനെ നമ്മുടെ ജീവിതത്തിൽ ശരിപ്പെടുത്തൽ? ദീനിനെ ശരിപ്പെടുത്തൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവതീർണമായ കൽപ്പനകളെ നമ്മൾ പ്രയോഗവൽക്കരിച്ചും അല്ലാഹുവിൽ നിന്ന് അവതീർണമായ വിലക്കുകളെ നമ്മൾ കൈയൊഴിച്ചും ജീവിക്കുമ്പോൾ മാത്രമാണ്. അള്ളാഹു കൽപ്പിച്ചതും അതേപോലെ അള്ളാഹുവിൽ നിന്ന് അവതീർണമായ വിലക്കുകളും ഉള്ളത് വിശുദ്ധ ഖുർആനിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളിലുമാണ്. വിശുദ്ധ ഖുർആൻ എന്ന പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും ദീനിൽ പ്രമാണമാണ്. സുന്നത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവൃത്തികളും വാക്കുകളും അംഗീകാരങ്ങളുമാണ്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നിഷ്ടം പറഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വഹയായി ബോധനമായി അവതീർണമായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ എന്ന പോലെ തന്നെ ദീനിന്റെ പ്രമാണമാണ് സുന്നത്ത്. മൻ അമില അമലൻ
ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. നമ്മുടെ കൽപ്പനയില്ലാത്തവ വല്ലവരും പ്രവർത്തിച്ചാൽ ആ പ്രവൃത്തിയെയും ആ പ്രവർത്തിച്ചവനെയും തള്ളിക്കളയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാൻ കാരണം തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന അത് അള്ളാഹുവിൽ നിന്നുള്ള വഹയാണ്, അത് ദീനിൽ പ്രമാണമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കിതാബിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽ മതമായി വന്നത് എന്താണോ അത് പ്രയോഗവൽക്കരിക്കലാണ് ഇഖാമത്തുദ്ദീൻ. കൽപ്പനകളെ പ്രാവർത്തികമാക്കി വിരോധിച്ച കാര്യങ്ങളെ വർജിച്ചും കൈയൊഴിച്ചും ഒരാൾ ജീവിതം നയിക്കുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ദീൻ സ്ഥാപിതമാകും, നേരെയാകും. അങ്ങനെ ജീവിക്കുവാൻ ആജ്ഞാപിക്കപ്പെട്ടവനാണ് മുസ്ലിം. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ദീന് നസീഹത്താണ് എന്ന് പഠിപ്പിച്ചു. അദ്ദീനു അന്നസീഹ. ദീൻ നസീഹത്താണെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നസീഹത്ത് നടത്തുകയും നസീഹത്ത് നടത്തുവാൻ ആവശ്യപ്പെടുകയും എന്ന് മാത്രമല്ല, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ഹക്ക്, അവകാശം വിവരിക്കവേ പ്രസ്തുത അവകാശങ്ങളിൽ ഒരവകാശമായി നസീഹത്ത് നടത്തി അത് നിലനിർത്തുവാൻ ഉണർത്തുകയും ചെയ്തു. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ അല്ലെങ്കിൽ സിത്തുൻ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് ബാധ്യതകളായി 5 എണ്ണമുണ്ട് അല്ലെങ്കിൽ 6 എണ്ണമുണ്ട് എന്ന് പറഞ്ഞ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നസീഹത്തുകൾ പറഞ്ഞു തന്നു. മുസ്ലിമായ മനുഷ്യൻ സലാം പറഞ്ഞാൽ മടക്കണം, രോഗിയായാൽ സന്ദർശിക്കണം, മരിച്ചാൽ അവന്റെ ജനാസയെ സംസ്കരിക്കണം, ആ ജനാസയിൽ സംബന്ധിക്കണം, അവന്റെ ക്ഷണം സ്വീകരിക്കണം, അവൻ തുമ്മിയാൽ തശ്മീത്ത് അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ ഇർഹമുക്കല്ലാ എന്ന് പറഞ്ഞ് തശ്മീത്ത് നടത്തണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വൈദസ്തൻസഹക് ഫൻസഹ്. അവൻ നിന്നോടൊരു നസീഹത്ത് ചോദിച്ചാൽ ആ നസീഹത്ത് നൽകണം, അവനെ ഉപദേശിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോ ദീൻ നസീഹത്താണ്, നസീഹത്ത് നടത്തണം എന്ന് ഉണർത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നസീഹത്തിന്റെയും വസിയത്തിന്റെയും വിഷയത്തിൽ പിശുക്കിയില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ നസീഹത്ത് തുടർത്തുകയുണ്ടായി. എന്തിനു വേണ്ടി? പ്രസ്തുത നസീഹത്തുകളിലും വസിയത്തുകളിലും മുസ്ലിമീങ്ങൾ ജീവിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ഇഖാമത്തുദ്ദീൻ സാധ്യമാകുന്നത്. അപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ദീൻ നേരെയാകുന്നത്. വളവില്ലാതെ വക്രതയില്ലാതെ നേർവഴിയിൽ ദീൻ അനുസരിച്ച് മുസ്ലിം ജീവിക്കുന്നത്. ഇന്ന് 2 നസീഹത്തുകളുടെ വചനങ്ങളാണ് നമ്മൾ കേൾക്കുകയുണ്ടായത്. ഒന്ന് അബൂദറിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നൽകിയ നസീഹത്ത്, മറ്റൊന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നൽകിയ നസീഹത്ത്. രണ്ടും മുസ്നദിൽ ഉദ്ധരിക്കപ്പെട്ട തിരുനബിയുടെ നസീഹത്തുകളാണ്. അബൂദറിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നൽകിയ നസീഹത്തിൽ മിസ്കിന്മാരെ, സാധുക്കളെ സ്നേഹിക്കണമെന്നും അവരോട് അടുത്ത് വർത്തിക്കണമെന്നും തന്റെ താഴെയുള്ളവരിലേക്ക് നോക്കരുതെന്നും ദുനിയാവിന്റെ വിഷയത്തിൽ ഒരാളോടും ഒന്നുമേ യാചിക്കരുതെന്നും ഹക്ക് കൈപ്പുള്ളതാണെങ്കിലും അത് തുറന്ന് പ്രഖ്യാപിക്കണമെന്നും ഹക്കിന്റെ വിഷയത്തിൽ യാതൊരാളെയും ഭയക്കരുതെന്നും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്റിന്റെ ലഫ്ദിനെ അധികരിപ്പിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കണമെന്നും നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നസീഹത്ത് പറയുകയുണ്ടായി. ഇത് അബൂദറിനുള്ള നസീഹത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയതാണ്. അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഔസാനി ഖലീലി, എന്റെ ഖലീലായ ഇഷ്ടഭാജനമായ, ഞാൻ ഹൃദയം നിറയെ സ്നേഹിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്നോട് വസിയത്ത് ചെയ്തതാണ് എന്ന് അദ്ദേഹം ആ വിഷയത്തിൽ പറയുകയുണ്ടായി. മുആദിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നൽകിയ നസീഹത്തിൽ, വസിയത്തിൽ ഉള്ള വിഷയങ്ങൾ അത് 10 വിഷയങ്ങളാണ്.
മറ്റേത് 6 എണ്ണം, ഇത് 10 എണ്ണം. മുആദിനുള്ള വസിയ്യത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. താങ്കൾ വധിക്കപ്പെട്ടാലും ചുട്ടരിക്കപ്പെട്ടാലും അള്ളാഹുള്ള ഇബാദത്ത് അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിച്ച് താങ്കൾ ശിർക്ക് ചെയ്യരുത്. മാതാപിതാക്കളെ ദ്രോഹിക്കുകയോ അവരോട് ധിക്കാരം പ്രവർത്തിക്കുകയോ ചെയ്യരുത്. മാതാപിതാക്കൾ നിങ്ങളുടെ സമ്പത്തിൽ നിന്നും നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും നിങ്ങൾ ആട്ടിപ്പായിച്ചാലും ശരി, അറിഞ്ഞുകൊണ്ട് നിർബന്ധ നമസ്കാരം നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല. കുടുംബബന്ധം നിങ്ങൾ മുറിക്കരുത്. മദ്യപാനം അരുത്. പാപങ്ങൾ പ്രവർത്തിക്കരുത്. യുദ്ധമുഖത്ത് നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞോടരുത്. സ്വന്തം അധ്വാനത്തിൽ നിന്ന് കുടുംബത്തിന് ചെലവിന് നൽകണം. കുടുംബത്തെ, മക്കളെ അള്ളാഹുവിന്റെ വിഷയത്തിൽ പേടിപ്പെടുത്തിക്കൊണ്ട് താങ്കൾ ജീവിക്കണം. ഇതൊക്കെയാണ് മുആദ് റളിയല്ലാഹു തആല അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയതായ വസിയ്യത്ത്. ഈ 2 ഹദീസുകളിൽ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്തിന്റെ തിരുമൊഴികളെ വിശദീകരിക്കുകയാണ്. അതിലേതാനും വിഷയങ്ങളെ വിശദീകരിക്കുകയാണ് നമ്മുടെ ഖതീബ് ചെയ്തത്. വസിയ്യത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വസിയ്യത്തും ഉത്തമമായ വസിയ്യത്തും തൗഹീദിന്റെ വിഷയത്തിലുള്ള വസിയ്യത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദിനോടുള്ള വസിയ്യത്തിൽ പ്രഥമമായി എണ്ണിയത്, താങ്കൾ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. വഇൻ ഖുതിൽത ഔ ഹുരിഖ്ത, വധിക്കപ്പെട്ടാലും ചുട്ടരിക്കപ്പെട്ടാലും ശിർക്ക് ചെയ്യരുതേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദിന് നൽകിയ ഒന്നാമത്തെ വസിയ്യത്ത്. അത് പരമപ്രധാനമായിട്ടുള്ള ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയമാണ്. സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് ആരാധനക്കർഹൻ. അവനോടുള്ള ആരാധനയിൽ കളങ്കമുണ്ടാക്കുക, കാപട്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് പൊറുക്കപ്പെടാത്ത മഹാപാപമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം അർഹിക്കുന്ന അവനുള്ള ഇബാദത്ത്, അത് ഏത് ഇബാദത്തിന്റെ ഇനമാകട്ടെ, അതിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് ഒരിക്കലും പാടുള്ളതല്ല. ആ മാർഗേണ വധിക്കപ്പെട്ടാലും ശരി, ചുട്ടരിക്കപ്പെട്ടാലും ശരി എന്ന് പറഞ്ഞാൽ ഏത് ത്യാഗം സഹിച്ചും ആദർശത്തെയും അഖീദയെയും ഒരു വിശ്വാസി സംരക്ഷിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. ഇസ്ലാമിക അഖീദ എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിന്റെ തൗഹീദ് എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിന്റെ വിശ്വാസവും ആദർശവും എന്ന് പറഞ്ഞാൽ അത് അമൂല്യമായിട്ടുള്ള സ്വത്താണ്. അത് ഈ ദുനിയാവിലെ പരീക്ഷണങ്ങളിൽ ഒരാൾക്ക് പാഴായി പോകാനും അയാളിൽ നിന്ന് കൈമോശം വന്നു പോകാനും പാടുള്ളതല്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തീ കുണ്ടാരത്തിലേക്ക് എടുത്തെറിയപ്പെട്ടപ്പോഴും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാത്തു സൂക്ഷിച്ച, മുറുകെ പിടിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്വത്താണ് അദ്ദേഹത്തിന്റെ അഖീദയും ആദർശവും. അതുകൊണ്ടാണ് ഞാനാണ് മേലായ റബ്ബ് എന്ന് പറഞ്ഞ് വീമ്പിളക്കി അഹങ്കാരം ഗർജിച്ച നമ്രൂദിന്റെ മുന്നിൽ അള്ളാഹുവാണ് റബ്ബെന്നും അവനാണ് സൃഷ്ടാവെന്നും അവനാണ് സൂര്യനെ ഉദിപ്പിക്കുന്നതും അസ്തമിപ്പിക്കുന്നതും എന്നൊക്കെ പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ആദർശത്തെ ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച് ആ മാർഗേണ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ആ പരീക്ഷണത്തിൽ അടിപതറാതെ, പരാജയപ്പെടാതെ തന്റെ ആദർശത്തെ സൂക്ഷിക്കുകയുണ്ടായത്. അദ്ദേഹം അഗ്നിനാളങ്ങളിലേക്ക് എടുത്തെറിയപ്പെടുമ്പോഴും അദ്ദേഹം അള്ളാഹുവിലുള്ള തവക്കുലിൽ, വിശ്വാസത്തിൽ ഉറച്ചും പിടിമുറുക്കിയും തന്റെ ആദർശത്തെ സൂക്ഷിക്കുകയുണ്ടായി. വിശ്വാസികൾ ഇത്തരം ആദർശ ജീവിതങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അവരുടെ തൗഹീദിനെ, അവരുടെ അഖീദയെ കളങ്കപ്പെടുത്താതെ ജീവിക്കണം. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു തആല അൻഹു വന്ന് സംസാരിച്ച ആ സംസാരത്തിന്റെ ഭാഗം ഇന്ന് നമ്മൾ ഖുതുബയിൽ കേൾക്കുകയുണ്ടായി. ഖബ്ബാബ് ഇബ്നുൽ അറത്ത് മക്കയിൽ മുശ്രിക്കുകളുടെ ഒരു കുലീന സ്ത്രീ ഉണ്ടായിരുന്നു, ഉമ്മു അൻമാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പെണ്ണ്.
ഉമ്മു അൻമാറിന്റെ അടിമയായിരുന്നു ഖബ്ബാബ് ഇബ്നുൽ അറത്ത്. ഉമ്മു അൻമാർ മുശ്രിക്കത്ത്. അടിമയായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. സ്വതന്ത്രന്മാർ തന്നെ ഇസ്ലാം സ്വീകരിച്ചാൽ പരീക്ഷണത്തിന്റെ തീച്ചുളയിൽ പ്രയാസപ്പെടുത്തുന്ന മുശ്രിക്കുകളുടെ ഇടയിൽ ഒരു അടിമ ഇസ്ലാം സ്വീകരിച്ചാൽ എങ്ങനെയായിരിക്കും? അതുകൊണ്ട് തന്നെ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ അനുഭവിക്കേണ്ടതെല്ലാം, സഹിക്കേണ്ടതെല്ലാം ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളതായ മഹത്തുക്കൾ മക്കയിൽ അനുഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹം ചുട്ടുപഴുത്ത മണൽക്കാട്ടിൽ കിടത്തപ്പെടുകയും അതേപോലെ ഇരുമ്പ് പഴുപ്പിച്ച് അതിൽ കിടത്തപ്പെടുകയും ഇരുമ്പ് ചൂടാക്കി അതിന്റെ ചീർപ്പുകൾ കൊണ്ട് ശരീരത്തിലെ മാംസം മാന്തി പിളർത്തി ഇടപെടുകയും ഒക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആദർശത്തിന്റെ പേരിൽ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് പീഡനങ്ങൾ ഏറെ അദ്ദേഹത്തിന് നേരെ വന്നപ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയെ ചാരി ഇരിക്കുന്നത് കണ്ട സമയം തിരുനബിയോട് വന്ന് പറയുകയാണ്, അലാ തസ്തൻസിറു ലനാ യാ റസൂലല്ലാഹ്, അലാ തദ്ഉ ലനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ നസ്ർ, വിജയവും സഹായവും വന്നെത്താൻ നിങ്ങൾ ദുആ ചെയ്യുകയില്ലേ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയില്ലേ എന്ന് ചോദിച്ചു വന്നപ്പോൾ ചാരിയിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മുതുകുയർത്തി നേരെ ഇരുന്നതിന് ശേഷം ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു തആല അൻഹുവിനോട് പൂർവ്വകാലത്തുള്ളവരുടെ ചരിത്രം അവതരിപ്പിച്ച് ക്ഷമിക്കുവാനും സഹിക്കുവാനും ഉണർത്തുകയാണ് ചെയ്തത്. പൂർവ്വകാലത്തുള്ളവർ ഈ ആദർശത്തിന്റെ പേരിൽ സഹിച്ചതായ ത്യാഗത്തിന്റെ ചില കഥകൾ പ്രവാചകൻ അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അവരിൽ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ അവർക്ക് വേണ്ടി കുഴി വെട്ടുമായിരുന്നു ശത്രുക്കൾ. ആ കുഴിയിലേക്ക് വിശ്വാസിയെ വലിച്ചു കൊണ്ടുവരപ്പെടുകയും ആ കുഴിയിൽ നാട്ടി നിർത്തി തലക്ക് മുകളിൽ വാള് വെച്ച് ആ വാളുകൊണ്ട് വിശ്വാസിയെ, ബഹുദൈവ വിശ്വാസികൾ, ആദർശ ശത്രുക്കൾ ഇഞ്ചിഞ്ചായി ഈർന്ന് പിളർത്തിയിടുമായിരുന്നു. എന്നാലും അത് അവരുടെ ആദർശത്തിൽ നിന്ന് അവരുടെ കാലുകളെ തെറ്റിക്കുമായിരുന്നില്ല, ആദർശത്തിൽ നിന്ന് അവരെ അകറ്റിയിരുന്നില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബ്ബാബിനോട് ഓതുകയുണ്ടായത്. തിരുനബിയുടെ ഉപദേശങ്ങൾ പിന്നീട് ഖബ്ബാബിന് തുടരുകയുണ്ടായി. പറഞ്ഞു വരുന്നത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദിനോട് പറഞ്ഞു, ചുട്ടരിക്കപ്പെട്ടാലും വധിക്കപ്പെട്ടാലും ആദർശം പാഴാക്കരുത്, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. പൂർവികർ, സച്ചരിതരായ മുൻഗാമികൾ ആദർശത്തെ കാത്തു സൂക്ഷിക്കുന്ന വിഷയത്തിൽ അപ്രകാരം ആയിരുന്നു എന്നുള്ളതാണ്. മുആദിനോടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നസീഹത്തിൽ രണ്ടാമത്തേതും നസീഹത്തിന്റെ വിഷയത്തിൽ ഏറെ ഗൗരവം മാർന്നത് മാതാപിതാക്കളോടുള്ള ബന്ധവിച്ഛേദനവും അവരോടുള്ള മര്യാദക്കേടും ധിക്കാര മനോഭാവവുമാണ്. ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് ധിക്കാരം പ്രവർത്തിക്കുന്നത് സൂക്ഷിക്കണം എന്ന് മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന് ശേഷം, ലാ തഉഖന്ന വാലിദൈ, താങ്കളുടെ മാതാപിതാക്കളോട് താങ്കൾ ധിക്കാരം പ്രവർത്തിക്കരുത്. വഇൻ അഖ്റജാക മിൻ മാലിക വഅഹ്ലിക, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും സമ്പത്തിൽ നിന്നും അവർ നിങ്ങളെ ആട്ടിപ്പായിച്ചാലും ശരി, മാതാപിതാക്കളോട് എതിര് പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. ഇത് കാരുണ്യത്തിന്റെ തിരുദൂതൻ അവിടുത്തെ തിരുമൊഴികളായി മുന്നറിയിപ്പെന്നോണം ലോകരെ ഉണർത്തിയതാണ്. മുആദിന് മാത്രമുള്ള ഉപദേശമല്ല. സ്വന്തം സ്വത്തിൽ നിന്ന്, സ്വന്തം കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കൾ വന്ന് മകനെ വലിച്ചെറിഞ്ഞാലും ദൂരെയാക്കിയാലും മാതാപിതാക്കളോട് ധിക്കാരം പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. അവർ ഭൗതികമായി അർഹിക്കുന്ന അവകാശങ്ങളെല്ലാം നൽകി അവരെ ആദരിക്കേണ്ടതുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. വഖദാ റബ്ബുക, നിന്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന കാര്യം. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം, ഇതും അള്ളാഹുവിന്റെ കൽപ്പനയാണ്. വഖദാ റബ്ബുക ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ അഹദുഹുമാ ഔ കിലാഹുമാ, വാർദ്ധക്യത്തിൽ മാതാപിതാക്കളിൽ ഒരാൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ രണ്ടുപേരും ഒന്നിച്ച്
നിന്റെ അടുക്കൽ വരികയായാൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്, അവരോട് നീ ഉഫ് എന്ന് പോലും പറയരുത്, ഛേ എന്ന് പോലും പറയരുത്. ഛേ എന്നുള്ളത്, ഉഫിൻ എന്നുള്ള പ്രയോഗം ഒരാളുടെ വായിൽ നിന്ന് വന്നു പോകുന്ന മോശപ്രയോഗങ്ങളിൽ ഏറ്റവും നിസ്സാരമാണ്. മോശ വാക്കുകളിൽ പിന്നീടാണ് ഇതിനെ കഴിഞ്ഞുള്ളതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ളത്. എന്നാൽ ഇത് ഏറ്റവും നിസ്സാരമായിട്ടുള്ള ഒരു പ്രയോഗമാണ്, അതുപോലും പാടില്ല എന്നാണ്. വലാ തൻഹറുഹുമ, അവർ രണ്ടുപേരെയും നീ ദൂരെ നിർത്തരുത്, മാറ്റി നിർത്തരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, മാന്യമായ വാക്കുകളാണ് മാതാപിതാക്കളോട് പറയേണ്ടത്. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്താൽ വിനയത്തിന്റെ ചിറകുകൾ നീ മാതാപിതാക്കൾക്ക് താഴ്ത്തിയിടണം. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, എൻ്റെ ഉമ്മ വാപ്പമാർ കാരുണ്യാതിരേകത്താൽ എന്നെ കുരുന്നായിരിക്കെ പോറ്റി വളർത്തിയതുപോലെ റബ്ബേ നീ അവരോട് കരുണ ചൊരിയണം, അവർക്ക് കരുണ ചൊരിയണമേ, അവരോട് കരുണ കാണിക്കണമേ എന്ന് ദുആയിരക്കുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയതായ ഈ നിർദ്ദേശങ്ങളെ പാലിച്ചാണ് മാതാപിതാക്കൾക്കുള്ള പരിപാലനം ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തിലാണ് മാതാപിതാക്കളുടെ വിഷയത്തിലുള്ള നസീഹത്ത് നൽകിയത്. സ്വന്തം കുടുംബത്തിൽ നിന്നും സമ്പത്തിൽ നിന്നും മാതാപിതാക്കൾ വന്ന് ആട്ടി ദൂരെയാക്കിയാലും മാതാപിതാക്കളോട് ധിക്കാരം പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ മാതാപിതാക്കളോടുള്ള അവകാശങ്ങളും അവർക്കുള്ള ബാധ്യതകളും എത്ര വലുതാണ്. മാതാപിതാക്കൾ നമുക്ക് ചെയ്തത് എത്ര എന്ന് നോക്കിയല്ല മാതാപിതാക്കളോട് അങ്ങോട്ട് പെരുമാറാൻ ഇസ്ലാം പറഞ്ഞത്. മാതാപിതാക്കൾ ഇങ്ങോട്ട് ചെയ്തതിന്റെ തോതളന്നുകൊണ്ടല്ല അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞത്. അതിനാലുമല്ല നമ്മൾ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടത്. പ്രത്യുത മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം എന്നുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അവരുടെ നിന്ന് എനിക്ക് എന്ത് കിട്ടി എന്നുള്ളത് കൊണ്ടല്ല പുണ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന വ്യക്തി പിതാവാണോ ഇന്ന വ്യക്തി മാതാവാണോ എങ്കിൽ അവർ മക്കളിൽ നിന്നുള്ള പുണ്യം അറിയിക്കുന്നുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതിനാലാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളോടുള്ള വിഷയത്തിൽ ദീനിന്റെ കൽപ്പനകൾ മക്കൾ വളരെ ഗൗരവത്തിലാണ് മനസ്സിലാക്കേണ്ടത്. പല മാതാപിതാക്കളോടും മക്കൾക്ക് യാതൊരുവിധ ബന്ധവും തന്നെ ഇല്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. മാതാപിതാക്കളെ ധിക്കരിക്കുന്ന, മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന, മാതാപിതാക്കൾ ചില അന്യായങ്ങൾ അവരിൽ നിന്ന് വന്നുപോയി എന്നതിന്റെ പേരിൽ അവരോട് അന്യായം പ്രവർത്തിക്കുന്ന ദുഷ്ടമക്കളെ നമുക്ക് ധാരാളമായി കാണുവാൻ സാധിക്കും. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മാതാപിതാക്കളിൽ നിന്ന് അന്യായം വന്നിട്ടുണ്ട് എങ്കിൽ ആ അന്യായത്തിന് കണക്ക് പറയാൻ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടില്ല. പ്രത്യുത അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് അവർ മാതാപിതാക്കളാണോ എങ്കിൽ ഭൗതികമായി നമ്മൾ ചെയ്യേണ്ടതെല്ലാം അവർക്ക് ചെയ്തു നൽകേണ്ടതുണ്ട്. അതിനുപരി അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ഹിദായത്തിന് നമ്മൾ ദുആ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. ചില മക്കൾ മാതാപിതാക്കൾ മരിച്ചു പോയതിനാൽ അവരോടുള്ള ബന്ധം മുറിഞ്ഞു പോയവരാണ്. മാതാപിതാക്കളെ ഓർക്കാത്ത, മാതാപിതാക്കൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യാത്ത, മാതാപിതാക്കളുടെ ആഖിറത്തിന്റെ വിഷയത്തിൽ ആലോചിക്കാത്ത മക്കളെ കാണാൻ സാധിക്കും. ഇസ്ലാം ഇതൊക്കെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ഇരക്കാത്ത മക്കൾ മാതാപിതാക്കൾക്ക് പാപം ചെയ്തവരും ധിക്കാരം പ്രവർത്തിക്കുന്നവരുമാണ് എന്ന് എണ്ണിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ നസീഹത്ത്, ഈ വസിയത്ത് നമുക്ക് വലിയ ഉപദേശമായിട്ട് വർത്തിക്കേണ്ടതുണ്ട്. ചിലർ കല്യാണം കഴിഞ്ഞാൽ പിന്നീട് മാതാപിതാക്കൾ അവർക്ക് ഫാഷൻ ഒക്കാത്ത ഒരു സ്ഥിതി വിശേഷമാണ് പല വീടുകളിലും ഉള്ളത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. തന്റെ ഭാര്യ, തന്റെ മക്കൾ ഈ ചിന്തയായി, അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാർ ഈ ചിന്തയായി മാതാപിതാക്കൾക്ക് വിലയില്ലാത്ത ഒരു സ്ഥിതി വിശേഷം വൈവാഹിക ജീവിതത്തിനപ്പുറം പല മക്കളിലുമുണ്ട്. പെൺമക്കൾക്ക് മാതാപിതാക്കളെ കുറിച്ച് ബോധമില്ലാത്ത, ആൺമക്കൾക്ക് മാതാപിതാക്കളെ കുറിച്ച് ബോധമില്ലാത്ത, ബോധമുണ്ടെങ്കിൽ തന്നെയും ഭാര്യ താമസിക്കുന്ന വീട്ടിൽ മാതാപിതാക്കൾക്ക് ഒരു വിലയില്ലാത്ത സ്ഥിതിവിശേഷം. അന്ത്യനാളിന്റെ അലാമത്തുകളിൽ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയിട്ടുണ്ട്.
ഭാര്യയ്ക്ക് പ്രഭാവം കൽപ്പിക്കുകയും മാതാവിനെ ദൂരെയാക്കുകയും ചെയ്യുന്ന പ്രവണതയെ അള്ളാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദിനോദിയ രണ്ടാമത്തെ നസീഹത്തിൽ, നീ നിന്റെ മാതാപിതാക്കളോട് ധിക്കാരം പ്രവർത്തിക്കല്ലേ, എതിര് പ്രവർത്തിക്കല്ലേ, അവരെ ദ്രോഹിക്കല്ലേ. അവർ നിന്റെ സ്വത്തിൽ നിന്നും നിന്റെ കുടുംബത്തിൽ നിന്നും നിന്നെ ആട്ടി ദൂരെയാക്കിയാലും എന്ന ആ ഉപദേശം നമ്മൾ ശരിയാം വിധം ഗൗരവത്തിൽ അത് അറിഞ്ഞ് മനസ്സിലാക്കുകയും ആ ഉപദേശം ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നീടത്തെ ഉപദേശം, വലാ തത്റുകന്ന സലാത്തൻ മക്തൂബത്തൻ മുതഅമ്മിദ, ബോധപൂർവം നീ ഒരു ഫർള് നമസ്കാരത്തെ ഉപേക്ഷിക്കല്ലേ. നമസ്കാരം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് കുഫറിന്റെ അമലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യനും കുഫറിനും ഇടയിൽ ഉള്ളത് നിസ്കാരം ഉപേക്ഷിക്കലാണ്. അപ്പൊ നമസ്കാരം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ബോധപൂർവം നമസ്കാരം ഉപേക്ഷിക്കുന്ന പ്രവണത അത് കുഫറിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് നമസ്കാരം ഉപേക്ഷിക്കരുതേ എന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയത്തോതി. നമസ്കാരത്തിന്റെ വിഷയത്തിൽ അലംഭാവം, നമസ്കാരത്തിന്റെ വിഷയത്തിൽ അലസത, അത് ഒരു മഹാദുരന്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സല്ലൽ ഫജ്ർ ഫഹുവ ഫീ ദിമ്മത്തില്ലാ, ഒരാൾ ഫജ്ർ നമസ്കരിച്ചാൽ അയാൾ അള്ളാഹുവിന്റെ ദിമ്മത്തിലാണ്, സംരക്ഷണത്തിലാണ്, അള്ളാഹുവിന്റെ കാവലിലാണ്, അള്ളാഹുവിന്റെ താങ്ങിലാണ്. അയാളുടെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. ഫജ്ർ നമസ്കരിക്കുന്നവനുള്ള സംരക്ഷണം മേലായ റബ്ബിൻ്റെതാണ് എന്ന് പറയുമ്പോൾ നമസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ ദുർഗതി എന്താണ്? അവൻ ആരുടെ സംരക്ഷണത്തിലാണ്? അവനെ ആരാണ് വഴി നടത്തുകയും കൊണ്ടു നടക്കുകയും ചെയ്യുക? അള്ളാഹുവിൽ നിന്ന് പിടിവിട്ടാൽ പിന്നീട് പിശാചുക്കളുടെ വലയത്തിലും പിശാചുക്കളുടെ നേതൃത്വത്തിലുമായിരിക്കും ഒരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ നമസ്കാരം അള്ളാഹുവിന് പടപ്പുകളിൽ നിന്നുള്ള ഏറ്റവും മഹത്തായ അവകാശവും ശ്രേഷ്ഠമായ കർമ്മവുമാണ്. നമസ്കാരം ഉപേക്ഷിക്കുവാൻ പാടുള്ളതല്ല. നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ കുഫറിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമസ്കാരത്തിലുള്ള അലസത മനുഷ്യന്മാരെ നമസ്കാരം ഉപേക്ഷിക്കുന്നതിലും അതേപോലെ തന്നെ യഥാവിധം അത് നിർവഹിക്കുന്നതിലും വീഴ്ചയുള്ളവനാക്കും. ജമാഅത്തായിട്ട് നിസ്കരിക്കണം, ജമാഅത്തിൽ വീഴ്ച വരുത്തും. അതേപോലെ തന്നെ യഥാവിധം ശുദ്ധി വരുത്തി നിർവഹിക്കണം, ശുദ്ധി വരുത്തി നിർവഹിക്കുന്നതിൽ മനുഷ്യന്മാർ വീഴ്ച കാണിക്കും. അതേപോലെ തന്നെ നമസ്കാരത്തിൽ ഭക്തിയും, നമസ്കാരത്തിൽ ഇഖ്ലാസും നിഷ്കളങ്കതയും, നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ അനുസരിച്ചുമാണ് അത് നിർവഹിക്കേണ്ടത്. ഇതിലൊക്കെ മനുഷ്യന്മാർ വീഴ്ച വരുത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമസ്കാരം അത് യഥാവിധം കാത്തു സൂക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാകണം. ഒരിക്കലും നമസ്കാരം ഉപേക്ഷിക്കുന്ന, പാഴാക്കി കളയുന്ന അവസ്ഥയുണ്ടാക്കരുത്. നമസ്കാരം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കേവലം ഒരാൾ നമസ്കാരിക്കാതിരിക്കുക എന്നുള്ളതല്ല, പിന്നെയോ നമസ്കാരം യഥാവിധം നിർവഹിക്കാതിരുന്നാലും നിസ്കരിക്കാത്ത അവസ്ഥയാണ്. ഒരു വ്യക്തി സ്പീഡിൽ നിസ്കരിക്കുന്നത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ വിളിച്ചിട്ട് പറഞ്ഞെന്താ, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ മടങ്ങി ചെന്ന് നിസ്കരിക്കുക, കാരണം നീ നിസ്കരിച്ചിട്ടില്ല എന്നാണ്. അയാൾ നിസ്കരിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ, പക്ഷെ അയാളുടെ നിസ്കാരം ഭക്തിയില്ലാത്ത, അടക്കവും ഒതുക്കവും ഇല്ലാത്ത ഒരു സൂപ്പർ ഫാസ്റ്റ് നിസ്കാരമായിരുന്നു, സ്പീഡിലുള്ള നിസ്കാരമായിരുന്നു. അതുകൊണ്ട് തങ്ങൾ വിധിച്ചത് നിസ്കരിച്ചിട്ടില്ല എന്നാണ്. അപ്പൊ ബോധപൂർവ്വം നമസ്കാരം ഉപേക്ഷിക്കുന്നത് സൂക്ഷിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചു. ആ ഉപദേശം ഉൾക്കൊള്ളുമ്പോൾ ഇക്കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂക്ഷിക്കുവാൻ മുആദ് റളിയല്ലാഹു തആല എന്നോട് പറഞ്ഞു. കാരണം കുടുംബ ബന്ധം വിച്ഛേദിക്കൽ ഇത് മഹാദുരന്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വാനങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച നാളിൽ കുടുംബ ബന്ധം അള്ളാഹുവുമായി നടത്തിയ സംസാരത്തിൽ അള്ളാഹുവിൽ അഭയം തേടി കുടുംബ ബന്ധം എനിക്കെന്താണ് ഉള്ളത് എന്ന് അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു കുടുംബ ബന്ധത്തോട് പറഞ്ഞതായ വാഗ്ദാനം, ആരാണോ കുടുംബ ബന്ധത്തെ ചാർത്തുന്നത് അവനോട് ഞാൻ ബന്ധം ചാർത്തും, അള്ളാഹു അവനോട് ബന്ധം ചാർത്തും. ആരാണോ കുടുംബ ബന്ധത്തെ മുറിക്കുന്നത് അവനോടുള്ള ബന്ധം അള്ളാഹു മുറിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളെ തെറ്റിപ്പിണങ്ങി ശത്രുതയിലും വിദ്വേഷത്തിലും കഴിയുന്നുവെങ്കിൽ അത് നേരെയാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. ചിലർ സഹോദരങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പടക്കമായിരിക്കും, ദുനിയാവിന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിലല്ല.
വീടിന്റെ വിഷയത്തിൽ, സ്വത്തിന്റെ വിഷയത്തിൽ, എതയുടെ വിഷയത്തിൽ, ഇങ്ങനെ ഭൗതികമായിട്ടുള്ള വിഷയങ്ങളിൽ തെറ്റിപ്പിണങ്ങി യാതൊരു ബന്ധവുമില്ലാത്ത ദുർവിശേഷം. സഹോദരങ്ങളെ സഹോദരികളോട്, അതേപോലെ പിതൃവ്യന്മാരോട്, അമ്മായിമാരോട്, കുഞ്ഞാമ്മമാരോട്, ഇങ്ങനെ കുടുംബ ബന്ധത്തിൽ കുടുംബാംഗങ്ങൾ തെറ്റിപ്പിണങ്ങി കഴിയുന്ന സ്ഥിതിവിശേഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കുടുംബ ബന്ധം ചേർത്തുന്നവനോട് ഞാൻ ബന്ധം ചേർത്തും എന്നാണ്. കുടുംബ ബന്ധത്തെ വിച്ഛേദിക്കുന്നവനോട് അള്ളാഹു ബന്ധം വിച്ഛേദിക്കും എന്നുള്ളതാണ്. അള്ളാഹു അവനുമായിട്ടുള്ള ഒരു ദാസനുമായിട്ടുള്ള ബന്ധം കൈയൊഴിച്ചിട്ടുണ്ട് എങ്കിൽ ആ ദാസന്റെ ദുര്യോഗം എന്തായിരിക്കും? അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബ ബന്ധം മുറിക്കുന്നത് സൂക്ഷിക്കുവാൻ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് വസിയത്ത് ചെയ്യുകയുണ്ടായത്. മദ്യപാനം സൂക്ഷിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കാരണം മദ്യം അത് ഉമ്മുൽ ഖബായിസാണ്, മ്ലേച്ഛ വൃത്തികളുടെ മാതാവ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദ്യത്തെ വിശേഷിപ്പിച്ചത്. എല്ലാ വിപത്തുക്കളുടെയും എല്ലാ തിന്മയുടെയും താക്കോൽ, മിഫ്താഹു കുല്ലി ഖതിയ, എല്ലാ തിന്മകളുടെയും താക്കോൽ മദ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്മാർ എല്ലാവിധ തിന്മകളും ദുർവൃത്തികളും കുഫ്റിന്റെ അമലുകളും പ്രവർത്തിക്കുവാൻ അതിന് തുടക്കമാകുന്നത് ലഹരി വസ്തുക്കളാണ്. ലഹരിയിൽ കഴിയുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവന് സ്വബോധമല്ല. ദീൻ കാത്തു സൂക്ഷിക്കാൻ പറഞ്ഞ മനുഷ്യന്മാരുടെ ആദർശം, മനുഷ്യന്മാരുടെ ബുദ്ധി, അഭിമാനം തുടങ്ങി സമ്പത്ത് തുടങ്ങി എല്ലാം മനുഷ്യന്മാർ കാറ്റിൽ പറത്തുന്ന, അതിനെ മനുഷ്യന്മാർ നഷ്ടപ്പെടുത്തുന്ന ഒരു തുടക്കവും ദുരന്തമായ ഒരു ആരംഭവുമാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുദ്ധിയെ മൂടുന്ന ലഹരി വസ്തുക്കളെ മുഴുവൻ ഖംറായിട്ടാണ് എണ്ണിയത്. ഖംർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഖിമാർ എന്ന് പറയും. എന്തിനാ ഖിമാർ എന്ന് പറയാ? സ്ത്രീകളുടെ ശിരോവസ്ത്രത്തിന്, സ്ത്രീകളുടെ ശരീരത്തെ മൂടുന്ന ശിരോവസ്ത്രമാണ് ഖിമാർ. അതിൽ നിന്നാണ് ഖംർ. ഖംറിന്റെ പ്രത്യേകത തലച്ചോറിനെ മൂടുന്നത് എന്നാണ്. തലച്ചോറിനെ മൂടുന്നത് പാനീയമായിട്ടുണ്ടാകും, പൊടിയായിട്ടുണ്ടാകും, ഗുളികയായിട്ടുണ്ടാകും. അതേപോലെ തന്നെ മനുഷ്യന്മാർ പല മാർഗേണയും ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കളെല്ലാം ഖംറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖംറിനെ കുറിച്ചാണ് ഉമ്മുൽ ഖബായിസ്, മ്ലേച്ഛ വൃത്തികളുടെ മാതാവ് എന്ന് പറഞ്ഞത്. മിഫ്താഹു കുല്ലി ഖതി, എല്ലാ പാപങ്ങളുടെയും താക്കോൽ എന്ന് പറഞ്ഞത്. മദ്യപാനിക്ക് ഹലാലും ഹറാമും വകതിരിയുകയില്ല, ശിർക്കും തൗഹീദും വേർതിരിയുകയില്ല. മദ്യപാനിക്ക് ബന്ധങ്ങളും ബന്ധുവും ശത്രുവും വേർതിരിയില്ല. അതുകൊണ്ടാണ് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞത്, അയാൾ മൂത്രമൊഴിക്കുകയും അതുകൊണ്ട് വളു എടുക്കുകയും ചെയ്യണം. മൂത്രമൊഴിക്കണം നിന്നിട്ട് അതുകൊണ്ട് മുഖം കഴുകുന്നു, കൈകാലുകൾ കഴുകുന്നു. അപ്പൊ അയാളോട് ചോദിച്ചു, എന്താ അങ്ങനെ ചെയ്യണത്? പറഞ്ഞു, ഞാൻ വുളു ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. കാരണം മദ്യപാനിക്ക് സ്വബോധമല്ല, അല്ലെങ്കിൽ ലഹരി വസ്തു ഉപയോഗിക്കുന്നവന് സ്വബോധമല്ല. അതുകൊണ്ടാണ് ഇസ്ലാം ബുദ്ധിയെ മൂടുന്ന മുഴുവൻ ലഹരി വസ്തുക്കളെയും ഹറാമാക്കുകയുണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നസീഹത്തിൽ പ്രവാചകൻ ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കുവാൻ അതാണ് നസീഹത്ത് നൽകുകയുണ്ടായത്. യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞോടുക, അതേപോലെ തന്നെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് കുടുംബത്തിന് ചെലവിന് കൊടുക്കുക. അബൂദറിനുള്ള ഉപദേശത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാളോട് നീ യാചിക്കല്ലേ, പിന്നെയോ സ്വയം അധ്വാനം. അതുകൊണ്ടാണ് കുടുംബത്തിന് ചെലവിന് കൊടുക്കേണ്ടത്. യാചനയെ നിരുത്സാഹപ്പെടുത്തിയ ദീനുൽ ഇസ്ലാം മനുഷ്യന്മാരെ അധ്വാനിക്കുവാൻ, അങ്ങനെ അധ്വാനത്തിലൂടെ മനുഷ്യന്മാർ പശിയടക്കണം, അവരുടെ കുടുംബത്തെയും കുട്ടികളെയും തീറ്റി പോറ്റുകയും ചെയ്യണം എന്ന് പഠിപ്പിക്കുകയുണ്ടായി. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മൾ കേട്ടു. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതേപോലെ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഒരു നബിയുമില്ല ആടുകളെ മേക്കാതെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടുകളെ മേക്കുമായിരുന്നു. ആടുകളെ മേച്ച്, ആരുടെ ആടുകളെയാണ് മേച്ചിരുന്നത്? അവർ കൊടുക്കുന്നതായ കാശ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സ്വീകരിച്ച് ജീവിതം പുലർത്തിയിരുന്നു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ
അധ്വാനിക്കുവാൻ പ്രോത്സാഹിപ്പിച്ച മതമാണ്, യാചനയെ നിരുത്സാഹപ്പെടുത്തിയ മതമാണ്. മക്കളെ അള്ളാഹുവിന്റെ വിഷയത്തിൽ പേടിപ്പെടുത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദിനെ ഉപദേശിക്കുകയുണ്ടായി. മക്കളെ അള്ളാഹുവിന്റെ വിഷയത്തിൽ പേടിപ്പെടുത്തുന്ന മാർഗേണ ഒരു രക്ഷിതാവ് തന്റെ ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ മക്കൾക്ക് നേരെ നൽകണം. ചില റിപ്പോർട്ടുകളിൽ അവരിൽ നിന്ന് വടി ഉയർത്തല്ലേ എന്നാണ് പറയുന്നത്. വടി ഉയർത്തരുത് എന്ന് പറഞ്ഞാൽ എന്താ? മക്കളെ അടിക്കണം എന്ന അർത്ഥത്തിലല്ല. പ്രത്യുത അഖിഫ്ഹും ഫില്ലാഹ്, അള്ളാഹുവിന്റെ വിഷയത്തിൽ അവരെ പേടിപ്പെടുത്തണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ നസീഹത്ത് പ്രയോഗവൽക്കരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കളുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വടി തന്റെ ഷോൾഡറിൽ തൂക്കി അല്ലെങ്കിൽ വടി കൊണ്ട് പ്രയോഗം നടത്തിയിട്ടല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളെ വളർത്തി ഉണ്ടാക്കിയത്. വടി ഉയർത്തല്ലേ എന്നുള്ളത് ഒരു പ്രയോഗമാണ്. ആ പ്രയോഗത്തിൽ തെളിയുന്നത് മക്കൾക്കുള്ള ഉപദേശങ്ങൾ നൽകണം, അവരെ തെറ്റിൽ വീഴാൻ സമ്മതിക്കാതെ അവരെ സൂക്ഷിച്ച് സംരക്ഷിച്ച് അവരെ കൊണ്ടു നടക്കണം എന്നുള്ളതാണ് അതിന്റെ താല്പര്യം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളെ പോയിട്ട് തന്റെ വീട്ടിലുള്ള ഭൃത്യന്മാരെ വരെ അടിച്ചിട്ടില്ല എന്നുള്ളതാണ്, ഒരു സ്ത്രീയെയും അടിച്ചിട്ടില്ല എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അനസ് റളിയല്ലാഹു അൻഹു 10 വർഷം റസൂലുള്ളാഹിക്ക് ഖാദിമാണ്. അടിക്കാൻ പോയിട്ട് ചേർ എന്ന് പോലും റസൂലുള്ളാഹി എന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. റസൂലുള്ളാഹിക്ക് തിരുനബി വഫാത്താകുമ്പോൾ 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട്. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് ഒരു ഭാര്യയെ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിന്റെ മക്കളിൽ നിന്ന് വടി ഉയർത്തല്ലേ, അള്ളാഹുവിന്റെ വിഷയത്തിൽ അവരെ പേടിപ്പിക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മക്കളെ തല്ലണം എന്നുള്ളതല്ല. ഇത് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പ്രയോഗവൽക്കരിച്ച് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ജീവിതത്തെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നസീഹത്തിനെ നടപ്പിലാക്കുകയാണ് വേണ്ടത്. അടി ഉപയോഗിക്കേണ്ടതായ ചില അനിവാര്യതകൾ ഉണ്ടായേക്കാം. ആ സമയം ദീൻ പഠിപ്പിച്ച പരിധിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃക കാണിച്ച നിലയിൽ അല്ലെങ്കിൽ സഹാബികളിൽ നിന്ന് വന്ന നിലയിലുള്ള പെരുമാറ്റങ്ങൾ ആകാം എന്ന് നമ്മൾ അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു തആല അൻഹു നസീഹത്ത് നൽകിയതുപോലെ തന്നെ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള നസീഹത്തിലും ചില ഭാഗങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദറിനോട് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, വഅൻ അഖൂലൽ ഹഖ് വഇൻ കാന മുറ, കൈപ്പുള്ളതാണെങ്കിലും സത്യം ഹക്ക് പറയണം എന്നുള്ളതാണ്. അതേപോലെ സത്യത്തിന്റെ വിഷയത്തിൽ ഒരാക്ഷേപകന്റെയും ആക്ഷേപം ഭയക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. അപ്പോൾ സത്യം പറയണം, അത് കൈപ്പുള്ളതാണെങ്കിലും നീരസമുള്ളതാണെങ്കിലും സത്യം പൂഴ്ത്തിവെക്കരുത്. സത്യം അത് പ്രഖ്യാപിക്കേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ആ മാർഗേണ നന്മ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ആ നന്മ ആളുകൾക്ക് പറയുമ്പോഴും ആളുകൾ അത് കേൾക്കുമ്പോഴും നീരസമുള്ള വിഷയമാണെങ്കിലും ആ വിഷയത്തിൽ ഒരാക്ഷേപകന്റെയും ആക്ഷേപത്തെ ഭയക്കാതെ അത് പ്രഖ്യാപിക്കുകയും നിർവഹിക്കുകയുമാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് നടത്തിയതായ ഉപദേശങ്ങളിൽ അവസാനത്തേത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്റിനെ അധികരിപ്പിക്കുവാനാണ്. ലാ ഹൗല വലാ ഖുവത, യാതൊരു ചലനവും ചലനശേഷിയുമില്ല, ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. അതാണ് അതിന്റെ അർത്ഥം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഹൗഖല എന്നാണ് ഈ ദിക്റിന് മൊത്തത്തിൽ പറയുന്നതായ പേര്. ഹൗഖലയെ വർദ്ധിപ്പിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എല്ലാവിധ കഴിവും ശേഷിയും അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവെ, നീ എനിക്ക് കഴിവ് നൽകണമേ, നീ എന്നെ സഹായിക്കണമേ എന്ന സഹായത്തേട്ടമാണ് ഹൗഖല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹൗഖലയുടെ മഹത്വമായിട്ട് പറഞ്ഞു, ഇത് കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗീയ നിധികളിൽ ഒരു നിധിയാണ് ഹൗഖല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ഒരാൾ പറയൽ അയാൾക്ക് സ്വർഗത്തിൽ ഒരു നിധിയെ ഒരുക്കുമെന്നാണ്. ചില റിപ്പോർട്ടുകളിൽ ഒരു ഖനിയെ ഒരുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദിക്റിന്റെ ലഫ്ളാണ് ഹൗഖല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ഹൗഖല എന്നുള്ളത് ഇസ്തിആനത്തിനുള്ള തേട്ടമാണ്, അല്ലാതെ ഇസ്തിർജായിനുള്ള വിളിയല്ല. ഇസ്തിർജ എന്ന് പറഞ്ഞാൽ എന്താ?
ഒരു ദുരന്തം കേൾക്കുമ്പോൾ, ഒരു അപകട വാർത്ത കേൾക്കുമ്പോൾ ചിലർ പറയും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇങ്ങനെ നെട്ടുമ്പോ പറയാനും മുസീബത്ത് കേൾക്കുമ്പോൾ അഭയം തേടാനുമുള്ള ഒരു അഭയത്തേട്ടമല്ല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പ്രത്യുത ഇതൊരു സഹായത്തേട്ടമാണ്. അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാവൂ എന്നത് ഈ ഹൗഖല പഠിപ്പിക്കുന്നു. ലാ ഹൗല വലാ ഖുവത, യാതൊരു കഴിവും ശേഷിയും ചലനശേഷിയുമില്ല ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. അള്ളാഹുവെ, അതുകൊണ്ട് നീ എന്നെ സഹായിക്കണമേ, നീ എനിക്ക് താങ്ങാകണമേ, നീ എന്നെ രക്ഷപ്പെടുത്തണമേ എന്നുള്ള ഒരു സഹായത്തേട്ടമാണ് ഹൗഖലയിൽ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഹയ്യ അല സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് ബാങ്കി നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ നമ്മളോട് ഹൗഖല ചെല്ലാൻ പറഞ്ഞത്. നിസ്കാരത്തിലേക്ക് വരൂ എന്ന് ക്ഷണിക്കുമ്പോൾ, വിജയത്തിലേക്ക് വരൂ എന്ന് ബാങ്കിലൂടെ ക്ഷണിക്കുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, കഴിവും ശേഷിയും അള്ളാഹുവിനെ കൊണ്ട് മാത്രം. അള്ളാഹുവെ, നിസ്കരിക്കുവാൻ, പള്ളിയിലെത്തുവാൻ, യഥാവിധം നിസ്കരിക്കുവാൻ നീ എനിക്ക് സഹായം നൽകണമേ, നീ എനിക്ക് താങ്ങാകണമേ എന്നുള്ള ദുആയാണ് നമ്മൾ ഈ ഹയ്യ അല തൈനി കേൾക്കുമ്പോൾ നമ്മൾ നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൗഖലയെ അധികരിപ്പിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദറിനോട് പറഞ്ഞു, സഹായത്തേട്ടം അള്ളാഹുവിനോട് മാത്രമാക്കുവാനുള്ള ഒരു കൽപ്പന കൂടി ഈ ഹൗഖല അധികരിപ്പിക്കാൻ ആവശ്യപ്പെട്ടതിൽ അടങ്ങിയതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ഉപദേശങ്ങളും നസീഹത്തുകളുമാണ് ഇന്ന് ഒരു ഖുത്ബയെ നമ്മൾ ഈ മിമ്പറിൽ വെച്ച് കേൾക്കുകയുണ്ടായത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എല്ലാവരോടും പൊറുക്കുമാറാവട്ടെ, നമ്മുടെ വീഴ്ചകളെ നികത്തുമാറാവട്ടെ. അള്ളാഹു നമ്മളുടെ ഉമ്മവാപ്പന്മാർക്ക് നമ്മളാകുന്ന മക്കളിലൂടെ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ട അള്ളാഹുവിലേക്ക് യാത്രയായ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾ കുരുന്നുകളായിരിക്കെ ഞങ്ങൾക്ക് ഏകിയ കാരുണ്യത്തെക്കാൾ വലിയ കാരുണ്യം ഉടമപ്പെടുത്തുന്നവനാണ് നാഥാ നീ. ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണമേ. അവരെത്തിപ്പെട്ട കബറിടങ്ങളെ നീ അവർക്ക് വിശാലമാക്കണമേ തമ്പുരാനെ. അവരുടെ ഖബറിടങ്ങളിൽ നിന്റെ റഹ്മത്തിനെ നീ ചൊരിയണമേ തമ്പുരാനെ. ഞങ്ങളെ, ഞങ്ങളുടെ ഉമ്മവാപ്പന്മാരെ നീ നിന്റെ ജന്നത്തിൽ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളിലൂടെയും ഇണകളിലൂടെയും ഞങ്ങൾക്കും നീ കൺകുളിർമയേറ്റണമേ തമ്പുരാനെ. നീ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണല്ലോ റബ്ബേ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ സാലിഹീങ്ങളുടെയും സാലിഹാത്തുകളുടെയും നല്ല ഉദ്ദേശങ്ങളെ നീ നിറവേറ്റി കൊടുക്കണമേ തമ്പുരാനെ. അവരുടെയും ഞങ്ങളുടെയും തെറ്റുകുറ്റങ്ങൾ നീ പൊറുക്കണമേ തമ്പുരാനെ. നിന്റെ അഫുവും ആഫിയത്തും അവർക്കും ഞങ്ങൾക്കും നീ കനിയണമേ തമ്പുരാനെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് നീ ശിഫാവുൻ ആജില പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു വേദിയിൽ നിന്റെ ജന്നത്തിൽ ഒരുമിച്ച് കൂടുവാൻ നീ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ ودمر أعداءك أعداء الدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.